ഇന്ന് സെപ്റ്റംബർ 11 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. ലോട്ടറി GST സംബന്ധിച്ച് ധനമന്ത്രി പങ്കാളികളുമായി ചർച്ച നടത്തി. ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാലയ്ക്ക് ഇന്ത്യ തുടക്കം കുറിച്ചു. ഇന്ത്യൻ സൈന്യം സംഭവ സംവിധാനം നടപ്പിലാക്കുന്നു. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലെക്കോർണോ. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഫിനാൻസ് മിനിസ്റ്റർ ഹോൾഡ്സ് ടോക്ക് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺ ലോട്ടറി GST. ലോട്ടറി GST സംബന്ധിച്ച് ധനമന്ത്രി പങ്കാളികളുമായി ചർച്ച നടത്തി. ലോട്ടറി ടിക്കറ്റുമായി ബന്ധപ്പെട്ട GST കുറിച്ചുള്ള ചർച്ചയായിരുന്നു കേരള ഫിനാൻസ് മിനിസ്റ്റർ KN ബാലഗോപാൽ. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. GST കൗൺസിലിന്റെ 56ാമത് യോഗത്തിന്റെ പുതുക്കിയ നിരക്ക് അനുസരിച്ച് പേപ്പർ ലോട്ടറിയുടെ GST എന്തായിരിക്കും? 40%. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള GST റിവൈസ് GST അനുസരിച്ച് ലോട്ടറി ടിക്കറ്റും അതുപോലെ തന്നെ പേപ്പർ ലോട്ടറി ഇവയെല്ലാത്തിൻ്റെയും GST 40% ആയിരിക്കുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ 2 സ്ലാബ്സ് ആണ് 5% GST, 18% GST. എന്നാൽ അതുകൂടാതെ തന്നെ ഒരു സ്പെഷ്യൽ GST ആണ് 40% GST. ലോട്ടറി ടിക്കറ്റ് എല്ലാം അത് 40% GSTയിൽ വരുന്ന ഒന്നാണ്. ഇതനുസരിച്ച് കേരളത്തിൽ ലോട്ടറി ടിക്കറ്റ് ബന്ധപ്പെട്ട് 2 ലക്ഷത്തോളം ലോട്ടറി ഏജൻസിനെ ബാധിക്കാവുന്ന ഒന്നാണ്. അതായത് ഇത്രയും വലിയൊരു GST റേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ KN ബാലഗോപാൽ നടത്തിയ ചർച്ച അനുസരിച്ചുള്ള ഒന്നായിരുന്നു ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത. GST കൗൺസിലിന്റെ 56ാമത് യോഗത്തിന്റെ പുതുക്കിയ നിരക്ക് എപ്പോൾ പ്രാബല്യത്തിൽ വരും? 2025 സെപ്റ്റംബർ 22. ഈ വരുന്ന സെപ്റ്റംബർ 22-ാം തീയതിയാണ് 56ാമത്തെ GST കൗൺസിലിന്റെ പുതിയ റിവൈസ്ഡ് നിരക്ക് വരാൻ പോകുന്നത്. ഇതനുസരിച്ച് 5%, 18%, കൂടാതെ സ്പെഷ്യൽ ആയിട്ടുള്ള GST 40% അതിൻ്റെ പ്രാബല്യത്തിൽ വരുന്ന ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 22 ആണ്. 56ാമത്തെ GST കൗൺസിൽ മീറ്റിംഗിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ സ്ലാബുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ലോഞ്ചസ് വേൾഡ് ഫസ്റ്റ് ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാലയ്ക്ക് ഇന്ത്യ തുടക്കം കുറിച്ചു. ദ ഫസ്റ്റ് ട്രൈബൽ യൂണിവേഴ്സിറ്റി വരാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരവും പരമ്പരാഗത അറിവും സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയുടെ പേരെന്താണ്? ആദി സംസ്കൃതി. വരാൻ പോകുന്ന ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണ്. അതിൻ്റെ തുടക്കം എന്ന ലെവലിൽ പറയാൻ സാധിക്കും. ആദി സംസ്കൃതി എന്ന് പറയുന്ന ഒരു പുതിയ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് വരാൻ പോകുന്നത്. ഗോത്ര സമൂഹങ്ങളുടെ സംസ്കാരവും പരമ്പരാഗത അറിവും സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ആദി സംസ്കൃതി. ഇത് ആരംഭിക്കുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സ് ആണ്. ഗോത്രനൃത്തം, പെയിന്റിംഗ്, കരകൗശല വസ്തുക്കൾ, സംഗീതം, നാടോടി കഥകൾ എന്നിവയിൽ നിലവിൽ ആഴത്തിലുള്ള കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന ഡിജിറ്റൽ ട്രൈബൽ ആർട്ട് അക്കാഡമിയുടെ പേരെന്താണ്? ആദി വിശ്വവിദ്യാലയം. അതായത് ഇപ്പോൾ ഏതാണ്ട് 45ഓളം കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കാഡമിയാണ് ആദി വിശ്വവിദ്യാലയം. ഇത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഗോത്രനൃത്തം, പെയിന്റിംഗ്, കരകൗശല വസ്തുക്കൾ, സംഗീതം, നാടോടി കഥകൾ എന്നിവയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് ആദി വിശ്വവിദ്യാലയം. ഗോത്ര മന്ത്രാലയം തുറന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആദി സംസ്കൃതി പ്ലാറ്റ്ഫോമിന്റെ 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആദി വിശ്വവിദ്യാലയം, ആദി സമ്പത്ത്, ആദി ഹാത്ത്. 3 ഏരിയസ്. അതായത് ആദി വിശ്വവിദ്യാലയം പ്രധാനമായിട്ടും പറയുമ്പോൾ കോഴ്സുകൾ, മറ്റൊന്ന് ആദി സമ്പദ, സാമൂഹിക സാംസ്കാരിക ശേഖരങ്ങൾ, പലതരത്തിലുള്ള കൃതികളും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ശേഖരിക്കുന്ന ഒന്നാണ് ആദി സമ്പദ. മറ്റൊന്ന് ആദി ഹാത്ത്, അതായത് ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ്. എന്നിവയാണ് ആദി സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് ആരംഭിക്കുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യൻ ആർമി ഇംപ്ലിമെന്റ്സ് കസ്റ്റം സംഭോ സിസ്റ്റം. ഇന്ത്യൻ സൈന്യം കസ്റ്റം സംഭോ സംവിധാനം നടപ്പിലാക്കുന്നു. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യൻ ആർമിയെ ആയി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷിത മൊബൈൽ ആവാസ വ്യവസ്ഥയുടെ പേരെന്താണ്? സംഭവ്, സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ. സംഭവ് എന്ന സിസ്റ്റമാണ് ഓപ്പറേഷൻ സിന്ദൂറിലെ കമ്മ്യൂണിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സംഭവ് എന്നതിന്റെ ഫുൾ ഫോം ആണ് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ കമാൻഡ് ചെയ്യാനും ആശയവിനിമയം നടത്താനും ഇന്ത്യൻ സൈന്യം വാട്സപ്പിന് പകരം ഏത് സംവിധാനമാണ് ഉപയോഗിച്ചത്? സംഭവ്. സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ എന്ന സംഭവമാണ് വാട്സപ്പിന് പകരമായിട്ട്, അതായത് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻസ്, ഇന്ന് നമ്മൾ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് സംഭവ്. ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് ഓപ്പറേഷൻ സിന്ദൂർ സമയങ്ങളിൽ ഇന്ത്യൻ ആർമി കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. സംഭവ് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ ഏത് വർഷത്തിലാണ് ആരംഭിച്ചത്? 2023. 2023 സംഭവ് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേർഷൻ ആരംഭിച്ചത്. 2024 ആയപ്പോഴേക്കും ഏതാണ്ട് 30,000-ഓളം ആർമി പേഴ്സൺസ് ആണ് കമ്മ്യൂണിക്കേഷനെ ബന്ധപ്പെട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ളത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സുരക്ഷ മൊബൈൽ ആവാസ വ്യവസ്ഥയായ സംഭവയുടെ നേട്ടം എന്താണ്? അഡ്വാൻസ്ഡ് മൾട്ടി ലെയർ എൻക്രിപ്ഷൻ. അതായത് ഒരു തരത്തിലും ഇൻഫർമേഷൻസ് മറ്റു ലെവലിലേക്ക് ലീക്ക് ഔട്ട് ആകാത്ത ലെവലുള്ള ഒന്നാണ് സംഭവം. പ്രധാനമായിട്ടും പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സമയങ്ങളിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി, അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് സംഭവ് എന്ന ഈ ഒരു പുതിയ സിസ്റ്റം. ഇത് 2023 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലാണത് കൂടുതലായിട്ട് ഉപയോഗിച്ചതും. ഒരുപക്ഷെ വാട്സപ്പിന് പകരമായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന, എന്നാൽ അതുപോലെ തന്നെ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ളതും ഒരിക്കലും ലീക്ക് ഔട്ട് ആകാത്ത ലെവലുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഇന്ത്യൻ ആർമി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒന്നാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ആർമി ഓപ്പറേഷൻ റാഹത്ത് റെസ്ക്യൂസ്. സൈന്യത്തിന്റെ ഓപ്പറേഷൻ റാഹത്ത് രക്ഷാപ്രവർത്തനം. ഇന്ത്യൻ ആർമിയുടെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു റാഹത്ത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബറിൽ വെള്ളപ്പൊക്ക ബാധിതമായ പഞ്ചാബ്, ഹിമാചൽ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ പിന്തുണ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ റാഹത്ത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചകളിലെ പഞ്ചാബിലും ജമ്മു കാശ്മീരിലും ഹിമാചലിലും വന്നിട്ടുള്ള വെള്ളപ്പൊക്കം, അതിഭീകരമായിട്ടുള്ള വെള്ളപ്പൊക്കമായിരുന്ന ഈ പ്രദേശങ്ങളിൽ ഈ സമയങ്ങളിൽ ഇന്ത്യൻ ആർമി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ റാഹത്ത്. ഓപ്പറേഷൻ റാഹത്ത് കീഴിൽ വലിയ തോതിലുള്ള മാനുഷിക സഹായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആർമി കമാൻഡ് ഏതാണ്? ഇന്ത്യൻ സൈന്യത്തിന്റെ വെസ്റ്റേൺ കമാൻഡ്. ഇന്ത്യൻ ആർമിയുടെ ഒരു പ്രധാനപ്പെട്ട കമാൻഡ് ആണ് വെസ്റ്റേൺ കമാൻഡ്. വെസ്റ്റേൺ കമാൻഡ് ആണ് പ്രധാനമായിട്ടും പറയുമ്പോൾ ഈ 3 സ്റ്റേറ്റ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ, അതായത് ഓപ്പറേഷൻ റാഹത്ത്, ഫ്ലഡായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ റാഹത്ത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്റർനാഷണൽ ലെവലിലുള്ള ന്യൂസ് ഹെഡിംഗ് ആണ് സെബാസ്റ്റ്യൻ ലെക്കോർനോ ആസ് ഫ്രാൻസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലെക്കോർനോ. മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 9 ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത്? സെബാസ്റ്റ്യൻ ലെക്കോർനോ. സെപ്റ്റംബർ 9 നടന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, അതായത് ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെബാസ്റ്റ്യൻ ലെക്കോർനെ നിയമിച്ചു. ഈ കഴിഞ്ഞ 2 വർഷത്തിൽ 5ാമത്തെ ഒരു പ്രൈം മിനിസ്റ്റർ ആണ് സെബാസ്റ്റ്യൻ ലെക്കോർനോ. അതായത് ഫ്രാൻസിൽ പ്രസിഡന്റിനാണ് പ്രൈം മിനിസ്റ്റർ നിയമിക്കാനും അതുപോലെ തന്നെ സെലക്ട് ചെയ്യാനുള്ള അധികാരം. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലെക്കോർനോവിനെ നിയമിച്ച ഫ്രാൻസ് പ്രസിഡന്റിന്റെ പേര് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. അതായത് മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഫ്രാൻസിന്റെ അത് പ്രസിഡന്റാണ്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് പ്രൈം മിനിസ്റ്റർ നിയമിച്ചിട്ടുള്ളത്. ഇമ്മാനുവൽ മാക്രോൺ ഡിഫൻസ് ആയി ബന്ധപ്പെട്ട മിനിസ്റ്റർ ആയിരുന്നു. വളരെ യങ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ആണ് ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ, ഇപ്പോഴത്തെ പുതിയ പ്രൈം മിനിസ്റ്റർ. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലെക്കോർനോവിനെ നിയമിക്കുന്നതിന് മുമ്പ് ആരെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയത്? ഫ്രാങ്കോയ്സ് ബെയ്റു. ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഫ്രാങ്കോയ്സ് ബെയ്റു.
അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെബാസ്റ്റ്യൻ ലെക്കോർണോനെ നിയമിച്ചിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്, ഇർഫാൻ അലി വിൻസ് സെക്കൻഡ് ടേം ആസ് ഗയാനാസ് പ്രസിഡന്റ്. ഗയാനയുടെ പ്രസിഡന്റായി ഇർഫാൻ അലി രണ്ടാം തവണയും വിജയിച്ചു. ഇന്റർനാഷണൽ ലെവലിലുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 7 രണ്ടാം തവണയും ഗയാനയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ഇർഫാൻ അലി. ഇർഫാൻ അലി ഗയാനയുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് പ്രസിഡന്റ് ആകുന്നത്. സെപ്റ്റംബർ 1 നടന്നിട്ടുള്ള ഇലക്ഷനിൽ വിജയിച്ച ഇർഫാൻ അലിയെ ആണ് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പ്രസിഡന്റ് ആകുന്നത്. 2025 സെപ്റ്റംബർ 1 നടന്ന ഗയാന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി ഏതാണ്? പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടി സിവിക്. സെപ്റ്റംബർ 1 നടന്നിട്ടുള്ള ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിട്ടുള്ള പാർട്ടിയാണ് പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടി. ഈ പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇർഫാൻ അലി. ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് വലിയ തരത്തിലുള്ള പല മാറ്റങ്ങളുമാണ് ഇർഫാൻ അലിയെ വീണ്ടും ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഗയാന എന്ന രാജ്യം തെക്കേ അമേരിക്കൻ വൻകരയുടെ വടക്കൻ തീരത്തുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ജോർജ് ടൗൺ. ഏകദേശം 8.31 ലക്ഷം ജനസംഖ്യയാണ് ആ രാജ്യത്തിന്റെ. പ്രസിഡന്റ് ആണ് ഇർഫാൻ അലി. പ്രൈം മിനിസ്റ്റർ മാർക്ക് ഫിലിപ്പ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.